കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ കാണിച്ച വലിയ മനസ്സ്. ഒരുപക്ഷെ നമുക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്നറിയില്ല. എന്നാൽ വർഷങ്ങൾ മുമ്പാവുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ നമുക്ക് അറിയാം നവീകരണത്തിൻ്റെ പ്രസക്തിയും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അനുഭവിച്ചതിന് മുമ്പ് ഈ ഒരു തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി ക്രിസ്തുവിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും അവന്റെ സ്നേഹത്തിന്റെ തികവിലേക്കും പ്രാർത്ഥനയുടെ നന്ദിയിലേക്കും ഉയർത്തുവാൻ തന്റെ സ്വരമാധുര്യം ഉപയോഗിച്ചു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഞങ്ങൾ കടന്നു വന്നപ്പോൾ സംസാരിച്ചു വരുന്നപ്പോൾ പറഞ്ഞ പഠനത്തിൽ പറഞ്ഞു വാങ്ങിക്കുക നമ്മുടെ നാവിൽ അശുദ്ധമായത് വരാതിരിക്കട്ടെ. ശുദ്ധമായിരുന്ന നിന്റെ നാവ് എന്റേതുപോലെയാകുന്നത് ജനപ്രവാഹത്തിന്റെ ഭരണമാണ്. അതുപോലെ നാവ് ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റിയ ഒരു സഹോദരിയുടെ യാത്രയിലാണ് പൂർണ്ണമായും നമുക്കും ഇടഘട്ടവർ സംസാരിക്കാതെ എപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുന്ന വാക്കുകൾ പറയുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും നമ്മളെപ്പോഴും സംസാരിക്കും. അതുകൊണ്ടാണ് ഓരോ സുഹൃത്തുക്കളും ഓർമ്മിക്കുന്നുണ്ട്. സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കും, സദാ കൃതജ്ഞത ഈ കുടുംബത്തോടൊപ്പം നന്ദി പറയും. ഈ സഹോദരിയെ ഈ കുടുംബത്തിന് സഭയിൽ നൽകിയ തമ്പുരാൻ വലിയ കൃപകളുമാണ് ജീവിക്കുന്നത്. അത് ഈ ലോകത്തിൽ മറ്റുള്ള തമ്പുരാനെ അടുപ്പിച്ചിരിക്കും. ഇനി മുതൽ കർത്താവിന്റെ വിരുന്നശാലയിൽ നിത്യവിൽ അവിടെ കടന്ന് ഓടവയ്ക്കുകയും ആനന്ദിക്കുന്ന സ്വർഗീയ ഗീതം പാടുവാനായിട്ട് കർത്താവ് ഉപയോഗിക്കുകയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം നമ്മളുടെ സംസാരത്തിനെല്ലാം സിസ്റ്റർമാരും സഹോദരന്മാരും പറയുന്ന ഈ മകള് സ്വർഗത്തിലാണ്. ഈ വ്യക്തിപരമായ നോക്കുന്നില്ല. കിട്ടിയ അനുഭവം പൂർണ്ണമായും ആ സ്വർഗത്തിൽ ആർക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സഹോദരി അവിടെ ജീവിച്ച് കാണിച്ച മാർഗങ്ങളോ നമുക്ക് എന്ന് ഈ സഹോദരനോട് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും നമുക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, അത് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയുള്ളതാണ് എന്ന്